SNDP യോഗത്തിന് ഇനിയൊരു രാഷ്ട്രീയ പാർട്ടിയുമായും യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. യോഗം ഭാരവാഹികൾ ആരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. യോഗം വൈസ് പ്രസിഡന്റായ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെങ്കിൽ സ്ഥാനം രാജിവെക്കണം. ഇങ്ങനെ എന്തെല്ലാം തള്ളാണ് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തള്ളിയത്. തള്ളിമറിച്ചതിൽ നിന്നെല്ലാം മലക്കം മറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ. തുഷാർ അനുഭവസമ്പന്നനായ സംഘാടകനാണെന്നും മത്സരിച്ചാൽ എതിർക്കില്ല എന്നുമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ വാദം. എന്നാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണോ വേണ്ടോ എന്ന ചോദ്യത്തിന് മുന്നിലും വെള്ളാപ്പള്ളി മലക്കം പറഞ്ഞു. തുഷാറുമായി സഹകരിക്കും എന്നാണ് പിന്നീട് വെള്ളാപ്പള്ളി പറഞ്ഞത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ശരിദൂരം സ്വീകരിച്ച നിലപാട് തന്നെയായിരിക്കും BDJS നേതാവ് തുഷാറിനോടുള്ളതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. യോഗത്തിന് ഒരു പാർട്ടിയോടും സ്നേഹമോ വിദ്വേഷമോ ഇല്ല എന്നും വ്യക്തമാക്കി. യോഗം ഭാരവാഹികളായി മത്സരിക്കരുതെന്ന് തുഷാറിനോട് പറഞ്ഞതായി മുൻപ് വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. മത്സരിക്കുന്നെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം. യോഗത്തിന് നാണക്കേടുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാക്കിയതിനാലാണ് ഈ തീരുമാനം എന്ന് വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. BDJSനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വാർത്താ സമ്മേളനത്തിൽ ഒരിക്കൽ പോലും മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. തുഷാർ തൃശൂരിൽ മത്സരിച്ചാൽ തോറ്റുപോകുമെന്ന് വരെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. മൈക്രോ ഫിനാൻസ് കേസിൽ നിന്നുൾപ്പെടെ രക്ഷപ്പെടാൻ വെള്ളാപ്പള്ളി LDF-നൊപ്പവും ആദായ നികുതി കേസ് ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കി കിട്ടാൻ മകൻ തുഷാറിനെ BJP നേതൃത്വത്തിൽ നിൽക്കുന്ന NDA-ക്കൊപ്പവും നിർത്തിയിരിക്കുകയാണ്. ഇത് യോഗം പ്രവർത്തകർക്കിടയിൽ കൂടുതൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. ശബരിമല യുവതീ പ്രവേശനത്തെ യോഗം എതിർത്തുവെങ്കിലും സമരത്തെ അനുകൂലിച്ചിരുന്നില്ല. അതും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ സർക്കാർ നിലപാടിന് എതിരായിരുന്നു. പക്ഷേ അവരെയെല്ലാം അണിനിരത്തിയാണ് വനിതാ മതിൽ വെള്ളാപ്പള്ളി വിജയിപ്പിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് BDJS രൂപീകരിച്ചത്. എന്നിട്ട് NDA-ക്കൊപ്പം നിന്നും ഉദ്ദേശിച്ച സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ പാർട്ടി മകന്റെ തലയിലാക്കി. എന്നിട്ട് ഇടതിനൊപ്പം ചേർന്നു. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്ന് വെള്ളാപ്പള്ളി പരസ്യമായും പ്രഖ്യാപിച്ചിരുന്നു. ശബരിമല സമരകാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും ഒപ്പം നിന്ന വെള്ളാപ്പള്ളി വനിതാ മതിലിന്റെ സംഘാടക സമിതി ചെയർമാനുമായിരുന്നു. തുഷാർ മത്സരിക്കണമെന്ന് BJP നേതൃത്വം പലതവണ ആവശ്യപ്പെട്ട കാര്യം മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ തുഷാർ അച്ചടക്കമുള്ള യോഗം പ്രവർത്തകനാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. തുഷാർ മത്സരിച്ചാലും യോഗം നിലപാട് മാറ്റില്ല. തുഷാറിനെ ജയിപ്പിക്കേണ്ട ബാധ്യത യോഗത്തിനില്ല. തുഷാർ ജയിക്കുമെന്നോ തോൽക്കുമെന്നോ പറയുന്നില്ല. പറഞ്ഞാൽ മൊട്ടയടിക്കാൻ തലയിൽ രോമമില്ല എന്നും അദ്ദേഹം പരിഹസിച്ചിരുന്നു. ഇതിൽ നിന്നൊക്കെ പെട്ടെന്നാണ് അദ്ദേഹം മലക്കം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മലക്കമറിയിൽ പേരുകേട്ട ആൾ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.